നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച 2024 കലാസാംസ്കാരികോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കും. കണ്ണിനും മനസ്സിനും കുളിർമയേകി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു. അതിരപ്പിള്ളിയിൽ പുലി പശുവിനെ കൊന്നു. വിശദമായ വാർത്തകളിലേക്ക്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച 2024 കലാസാംസ്കാരികോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശക്കാഴ്ച സംഘടിപ്പിക്കുന്നത്. ഗ്രാമിക അക്കാദമി വാർഷികവും നൃത്തോത്സവവും നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. KG ജോർജ് നഗറിലെ P വത്സല വേദിയിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പുരസ്കാര ജേതാക്കൾക്ക് ആദരവും കലാമത്സര വിജയികൾക്ക് അനുമോദനവും നൽകി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, അംഗങ്ങളായ അഡ്വക്കേറ്റ് MS വിനയൻ, മിനി പോളി, കൊച്ചുത്രേസ്യ തോമസ്, ഗ്രാമിക ട്രഷറർ NP ഷിൻഡോ, ജോയിന്റ് സെക്രട്ടറി അനീഷ് ഹാറൂൺ റഷീദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തോത്സവത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മാർഗംകളി, തിരുവാതിരക്കളി, കൈക്കുട്ടിക്കളി, നാടോടി നൃത്തം, ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വൈവിധ്യമാർന്ന നൃത്താവതരണങ്ങൾ നടന്നു. രണ്ടാം ദിവസം നടന്ന കാർന്നൂര് കൂട്ടത്തിൽ ആളൂർ പഞ്ചായത്തിലെ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള 150ഓളം പേർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പൊതുപ്രവർത്തകരായ പോൾ കോക്കാട്ട്, കാതറിൻ പോൾ, NK ജോസഫ്, MS മൊയ്തീൻ, എടത്താട്ടിൽ മാധവൻ എന്നിവരെയും നാടൻപാട്ട് കലാകാരൻ തേശ്ശേരി നാരായണൻ, പാരമ്പര്യ ബാല ചികിത്സകൻ TK ഗോപാലൻ വൈദ്യർ, മികച്ച ജൈവ കർഷകൻ ഉണ്ണി ആളൂർ, തങ്കമ്മ എന്നിവരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷയായി. പ്രസിഡന്റ് KR ജോജോ, അംഗങ്ങളായ KV രാജു, ജിഷ ബാബു, രേഖ സന്തോഷ്, മിനി പോളി, VK ശ്രീധരൻ, KC ഹരിദാസ് എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളുടെ വിവിധ കലാവതരണങ്ങളും ഗ്രാമിക അക്കാദമി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. വളരേണ്ടുന്ന ഒരു അനിവാര്യത തീർച്ചയായും ഈ സ്ഥാപനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനം രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഊട്ട് വെഞ്ചരിപ്പുണ്ടായിരിക്കും. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 8:30 വിശുദ്ധ കുർബാനയും 10 തിരുനാൾ പാട്ട് കുർബാനയും ഉണ്ടാകും. തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം CMI മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകും. 4 സെന്റ് ജോസഫ് ഫാമിലി കുർബാന എന്നിവയുണ്ടാകും. തുടർന്ന് 4:30 തിരുനാൾ പ്രദക്ഷിണം, രാത്രി 7:30 പ്രദക്ഷിണ സമാപനം, വർണ്ണമഴ എന്നിവയും ഉണ്ടാകും. കണ്ണിനും മനസ്സിനും കുളിർമയേകി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു. കോൾക്കുന്നിലാണ് സൂര്യകാന്തി ചെടികൾ പൂവിട്ട് നിൽക്കുന്നത്. പ്രദേശവാസിയായ കൈലാൻ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത 1/2 ഏക്കർ കൃഷിഭൂമിയിലാണ് സൂര്യകാന്തികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. 2 മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സൂര്യകാന്തി തൈകൾ നട്ടത്. സുഹൃത്തും കർഷകനുമായ അഷ്ടമിച്ചിറ കണ്ണങ്കാട്ടിൽ സിനോജാണ് ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ചു നൽകിയത്. അത്യുൽപാദന ശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാംസൺ സീഡിൽ നിന്നാണ് വിത്ത് ലഭിച്ചതെന്ന് സിനോജ് പറയുന്നു. ചന്ദ്രൻ നട്ട 4000 ചെടികളും പിടിച്ചു. ഓരോന്നും 5 അടിയിലധികം ഉയരം വച്ചവയാണ്. ഭൂരിഭാഗവും പൂവിട്ടു. ചാണകപ്പൊടി അടക്കമുള്ള ജൈവ വളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. 1 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താനാണ് ചന്ദ്രന്റെ തീരുമാനം. കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകാനും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചന്ദ്രൻ പറയുന്നു. ഇത് നമ്മൾ ചെയ്തപ്പോന്നുണ്ടെങ്കിൽ വേറെ ചാണപ്പൊടി, കോഴിക്കാട്ടം ഇങ്ങനെയുള്ള ആ ജൈവവളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ നനയാണെങ്കിലും കുറച്ച് തന്നെ വേണ്ടു. വേനൽക്കാലത്തേക്കുള്ള ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. പക്ഷെ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല പൂക്കളും വന്നു, ഒരു മറ്റേ കീഴൊന്നും വരാതെ വന്നു.
രാസവളം എന്ന് പറഞ്ഞ സാധനം മരുന്നതൊന്നും ചെയ്യാതെ കണ്ട് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചെടിയാണത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. 90 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് കിട്ടും. 60 ദിവസമായി ഇപ്പോൾ പൂവായി. ഇനി ഒരു മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പ് നടത്താം. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. വിത്തുകൾ ഇനി ആര് ചോദിച്ചു വന്നാലും നമ്മൾ വിത്ത് നമ്മുടെ കയ്യിലുണ്ടാവും കൊടുക്കാൻ വേണ്ടി. 103 വയസ്സുള്ള അമ്മ കാർത്തിയേയനിയും ഭാര്യ അംബികയും മക്കളുമാണ് ചന്ദ്രനെ കൃഷിക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ 12 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോൾക്കുന്ന് ഹരിത സംഘത്തിന്റെ പ്രസിഡന്റാണ് ചന്ദ്രൻ. നിരവധി ആളുകളാണ് സൂര്യകാന്തി പൂവിട്ടത് കാണാനും ചിത്രങ്ങൾ എടുക്കാനും ദിനം പ്രതി എത്തുന്നത്. തൃശൂർ പൂരത്തിനുണ്ടായ പ്രതിസന്ധി മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് തിരുവമ്പാടി ദേവസ്വം. തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ കാണുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തൃശൂർ പൂരം നടത്തിപ്പിന് പരിമിതി ഉണ്ടായതായും അടുത്ത തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ പരിപൂർണ സഹകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവമ്പാടി പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടി എ സുന്ദരമേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ, വിജയ് മേനോൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിരപ്പിള്ളിയിൽ പുലി പശുവിനെ കൊന്നു. 1-ാം ബ്ലോക്കിൽ ലയങ്ങളോട് ചേർന്നുള്ള എണ്ണപ്പന തോട്ടത്തിലാണ് സംഭവം. തോട്ടത്തിൽ നിന്നിരുന്ന പശുവിനെയാണ് പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കൂട്ടത്തോടെ നിന്നിരുന്ന പശുക്കളിൽ നിന്ന് ഏകദേശം 6 മാസം പ്രായമുള്ള പശുവിനെയാണ് പുലി കൊലപ്പെടുത്തിയത്. രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പാതി തിന്ന നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന നവീകരിച്ച ആളൂർ പ്രസാദവരനാഥ പള്ളിയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും ജൂബിലി വർഷ ഉദ്ഘാടനവും മെയ് 5-ന് പകൽ 2:30 നടക്കും. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻമാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. മുൻ വികാരി ഫാദർ ജോസ് പന്തല്ലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനാകും. വികാരി ഫാദർ ടിൻഡോ കൊടിയൻ, പള്ളി നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി ടോണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് മെയ് 6-ന് നടക്കുന്ന ഇടവക ദിനാചരണം വൈകിട്ട് 5:30-ന് മുൻ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷാണ് വരൻ. ഗുരുവായൂരിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. ഈ വർഷം ജനുവരിയിൽ കുടകിൽ വെച്ച് മാളവികയുടെയും നവനീതിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. UK-യിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റാണ് നവനീത്. നെന്മാറ കീഴേപ്പാട്ട് കുടുംബാംഗമായ ഗിരീഷ് മേനോന്റെയും വത്സലയുടെയും മകനാണ്. ചുവന്ന സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു മാളവിക. നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപി വിവാഹത്തിൽ പങ്കെടുത്തു. ജയറാമിന്റെയും പാർവതിയുടെയും മൂത്ത മകനും നടനുമായ കാളിദാസും വിവാഹത്തിനുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ജയറാമും പാർവതിയും വിവാഹിതരായതും ഗുരുവായൂർ നടയിൽ വെച്ചായിരുന്നു. വിവാഹാനുബന്ധ വിരുന്ന് പരിപാടികൾ തൃശൂരിലെ ആഡംബര ഹോട്ടലിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വൻ VIP-കൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂരിലെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വ്യാഴാഴ്ച വൈകിട്ട് വന്ദേഭാരതിലാണ് തൃശൂരിലെത്തിയത്. മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കമൽഹാസൻ അടക്കം തമിഴ്, കന്നഡയിലെയും സിനിമാ മേഖലയിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സിനിമാ രാഷ്ട്രീയ രംഗത്തുള്ളവരും എത്തുന്നതിനാൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂരിലും ഗുരുവായൂരിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 53,000 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച 2024 കലാസാംസ്കാരികോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ മെയ് 5 ഞായറാഴ്ച ആഘോഷിക്കും. കണ്ണിനും മനസ്സിനും കുളിർമയേകി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു. അതിരപ്പിള്ളിയിൽ പുലി പശുവിനെ കൊന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.